വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, നാം എല്ലാം കുടുംബധ്യാനത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. അതിനാൽ ഒരു വിശുദ്ധ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ, ഒരു വിശുദ്ധ ദാമ്പത്യ ജീവിതത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് ജന്മം കൊടുത്ത് അവരെ വിശുദ്ധിയിൽ ദൈവത്തിൻ്റെതായി വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ ഒരു പരമ്പരയായി ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ആയതിനാൽ ഏറെ താല്പര്യത്തോടെ ദാഹത്തോടെ ഈ തിരുവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. അതിനായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ ജീവിതങ്ങളെ എൻ്റെ മുൻപിലായിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ മക്കളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഇവരോട് നീ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നീ അത് ഇവരോട് സംസാരിക്കണമേ. ഈ കേൾക്കുന്ന മക്കളിൽ അത് ക്രിയ ചെയ്യപ്പെടട്ടെ. തെറ്റുകൾ തിരുത്തുവാൻ, സ്വീകരിക്കുവാൻ നീ ഇവരെ ഒരുക്കണമേ. നല്ല കുടുംബജീവിതം പണിതെടുക്കുവാൻ ഇവരെ നീ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മേരി മാതാവേ, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചിന്താവിഷയം
അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്നുള്ളതാണ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും, ഇത് വലിയൊരു വിഷയമാണിത്. ഒരല്പസമയം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട കാര്യമല്ല ഇത്. അതുകൊണ്ട് ഇതേ ആശയം വരുന്ന സന്ദേശങ്ങളും വചനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. ആയതിനാൽ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ, കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും? അതിന് മാതാപിതാക്കളുടെ ഭാഗത്തുള്ള പങ്കാളിത്തം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പ്രിയമുള്ളവരെ, അബ്രഹാത്തെ ദൈവം വിളിക്കുന്ന സംഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അബ്രഹാത്തെ ദൈവം വിളിക്കുന്നു. അബ്രഹാത്തിൻ്റെ ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്നെയും നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ അനേകർക്കൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിച്ച് മുന്നോട്ട് കൽദയ പട്ടണമായ ഊർ എന്ന് പറയുന്ന സ്ഥലം വിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. ഉൽപ്പത്തി 12 അതിൻ്റെ 4-ാമത്തെ വാക്യം, കർത്താവ് പറഞ്ഞതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു, കൂടെ സഹോദരപുത്രനായ ലോത്തും കൂടെ പോയി. അപ്പം ദൈവത്തിൻ്റെ വിളി കിട്ടി, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടുന്ന അബ്രഹാമും ഭാര്യ സാറായും തൻ്റെ കൂടെയുണ്ടായിരുന്ന വേലക്കാരും ഒക്കെ പോകുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ അബ്രഹാത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, സഹോദരപുത്രനാണ് ലോത്ത്. ലോത്തിന് ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ആ കുടുംബവും ഈ അബ്രഹാത്തിൻ്റെ കൂടെ പുറപ്പെടുകയാണ്. അബ്രഹാത്തിൻ്റെ പാരമ്പര്യത്തിൽ, അബ്രഹാത്തിൻ്റെ കുടുംബത്തിൽ പിറന്ന അതേ രക്തമുള്ള കുടുംബമാണ് ഈ ലോത്തിൻ്റെ കുടുംബം. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും, 5-ാം വാക്യത്തിലൊക്കെ ദൈവത്തിനു വേണ്ടി ഒരു ബലിപീഠം പണിത് അബ്രഹാം ദൈവത്തെ ആരാധിക്കുകയാണ്. വീണ്ടും അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കി ആടിനെ ബലി വെച്ച് ദൈവത്തിന് ബലി അർപ്പണം നടത്തുകയാണ്. അബ്രഹാം ബലി അർപ്പിക്കുന്നിടത്തൊന്നും ലോത്തിനെ കാണുന്നില്ല. ലോത്ത് അവിടെ ഉള്ളതായിട്ടോ കൂടെ നിൽക്കുന്നതായിട്ടോ ആ ബലി അർപ്പണത്തിൽ പങ്കാളിയാകുന്നതായിട്ടോ അവിടെ കാണുന്നില്ല. എന്നാൽ ലോത്ത് തൻ്റേതായ വിധത്തിൽ താൻ വ്യക്തിപരമായി വേറെ ബലി അർപ്പിച്ചോ അതിട്ട് ബൈബിളിൽ പറയുന്നുമില്ല. അപ്പോൾ അബ്രഹാത്തോടൊപ്പം കുടുംബമായി പുറപ്പെട്ട ഈ ലോത്ത് അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നിടത്തൊന്നും ഈ ലോത്തിനെ കുറിച്ച് പറയുന്നില്ല. ഹല്ലേലൂയ. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമും ഈ ലോത്തും തമ്മിൽ വേർപിരിയുന്നത് കാണാൻ പറ്റും.
എന്താ കാരണം? സമ്പത്തിൻ്റെ പേരിൽ. ഇവർക്ക് സമ്പത്ത് വർദ്ധിച്ചു, ആടുമാട് ഒട്ടകങ്ങൾ. ഇത് വർദ്ധിച്ചപ്പോൾ ഒന്നിച്ച് പാർക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ അവർ വേർപിരിയുക. അബ്രഹാം സഹോദരപുത്രനായ ലോത്തിനോട് പറഞ്ഞു, മോനെ ലോത്തേ, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ അങ്ങ് തിരഞ്ഞെടുത്തു. കാരണം ദേശം എല്ലാം തുറന്നു കിടക്കുകയാണ്, അവിടെ പ്രത്യേകിച്ച് താമസക്കാരോ അവകാശികളോ ഒന്നുമില്ല. ആര് വെട്ടിപ്പിടിക്കുന്നു അത് നമുക്ക് സ്വന്തമാണ്. എടാ അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, നിനക്കിഷ്ടപ്പെട്ട സ്ഥലം ആദ്യം നീ എടുത്തു, നിനക്ക് വേണ്ടാത്തത് മതി എനിക്ക്. അപ്പം ലോത്ത് തൻ്റെ കണ്ണുകൊണ്ട് ദിട്ടയിൽ നോക്കിയപ്പോൾ യോർദാൻ സമതലമെല്ലാം ജലപുഷ്ടിയുള്ള നല്ല കൃഷിക്ക് പറ്റിയ മണ്ണാണെന്ന് അവൻ കണ്ടു. അത് തിരഞ്ഞെടുത്ത് അവനും അവൻ്റെ കുടുംബവും വേലക്കാരും സമ്പത്തെല്ലാമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ അവൻ വീട് വെച്ച് താമസിക്കുക, വലിയൊരു വീട് വെച്ച് താമസിക്കുക. അപ്പം നല്ല സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു. ഇപ്പോൾ വേണ്ടാതെ കിടക്കുന്ന തരിശ് ഭൂമി, ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത തരിശ് ഭൂമിയാണ് ബാക്കി കിടക്കുന്നത്. അബ്രഹാത്തോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, നിനക്ക് ഞാൻ തരാൻ പോകുക, നിനക്കും സന്തതികൾ ഞാൻ തരാൻ പോകുക. ലോത്തിന് പറ്റിയ സ്ഥലം അവൻ സ്വയം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം സ്വയം തിരഞ്ഞെടുത്തില്ല, അബ്രഹാത്തിന് ദൈവം കൊടുക്കുകയാണ് ചെയ്തത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള കുടുംബങ്ങളെ, വ്യക്തികളെ, നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്കാൾ ദൈവം നമുക്ക് നൽകുന്ന സ്ഥലമായിരിക്കാം ഏറ്റവും നല്ലത്, അനുയോജ്യം. എന്തായാലും ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലത്തിന് സോദോം ഗോമോറ എന്ന പേരുകൂടിയുണ്ട്. സോദോം ഗോമോറ എന്ന സ്ഥലത്തെ ജനങ്ങൾ മുഴുവൻ സ്വവർഗഭോഗികളായിരുന്നു, പ്രകൃതി വിരുദ്ധ പാപത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അബ്രഹാത്തിൻ്റെ സഹോദരപുത്രനായതുകൊണ്ട് ലോത്തിനോട് പറഞ്ഞു, ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോവുക, നിൻ്റെയും ഭാര്യയെയും മക്കളെയും വിളിച്ചു. അവൻ മടി കാണിച്ചു. പല പ്രാവശ്യം പറഞ്ഞിട്ട് മടി കാണിച്ചപ്പോൾ ദൈവദൂതന്മാർ ലോത്തിനെയും ഭാര്യയും രണ്ട് പെൺമക്കളെയും കൂടെ കയ്യെ പിടിച്ച് വലിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വലിച്ചോണ്ട് പോയി ദൂരെ കൊണ്ടുപോയി. എന്നിട്ട് പറയുക, ആ കാണുന്ന ആ ഉയർന്ന വലിയ മലയിലോട്ട് വേഗം കയറിപ്പോക്കൂ, നിൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി കയറിപ്പോക്കൂ, ഇപ്പോൾ അഗ്നി ഇറങ്ങി നശിക്കാൻ പോവുക സോദോം ഗോമോറ. പല പ്രാവശ്യം പറഞ്ഞിട്ടും അവൻ പറയുക, ആ വലിയ മലയിലോട്ടൊന്ന് കയറാൻ എനിക്ക് പറ്റിയല്ല, മേല വയ്യ, ഞാൻ വേണേ ഈ കാണുന്ന ചെറിയ മലയിലോട്ട് കയറിക്കോളാം, തൊട്ടടുത്തുവാണല്ലോ, അങ്ങോട്ട് കയറിക്കോളാം. ദൂതന്മാർ പറഞ്ഞു, അങ്ങോട്ട് വേണ്ട, ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പൊക്കോ. അവൻ പറയും, അങ്ങോട്ട് പോകാൻ പറ്റിയല്ല, ഇങ്ങോട്ട്. അവസാനം ദൂതൻ പറഞ്ഞു, അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട്. അങ്ങനെ ലോത്ത് ഒരു ചെറിയ മലയിൽ, ചെറിയ ഒരു ഗുഹ തിരഞ്ഞെടുത്തു. പോകുന്ന വഴിക്ക് തന്നെ ഭാര്യ മരിച്ചുപോയി. അനുസരണക്കേടെന്നാൽ പിന്തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഉപ്പ് തൂണായി മാറി. ഇനി അപ്പനും രണ്ട് പെമ്മക്കളും കൂടിയാണ്. അവർ സ്വയം തിരഞ്ഞെടുത്ത ആ ഗുഹയിൽ കയറി ഇരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനകത്ത് താമസിക്കുന്നത് ഭയമായിട്ട് മാറി, പേടിയായി മാറി. കണ്ടോ, ദൈവം പറഞ്ഞതാ ഉയർന്ന മലയിലോട്ട് കയറിക്കോളാൻ. ലോത്ത് പറയുക, വേണ്ട,
ഞാൻ ഇവിടെ കയറിക്കോളാം. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ സ്വയം തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവന് താമസിക്കാൻ ഭയമായി മാറി, പേടിയായി മാറി. മാത്രമല്ല, ആ സ്ഥലത്തിന് പറയുന്ന പേര് ചെറുത് എന്ന, സോവാർ എന്ന, സോവാർ. അവൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിന് പേര് സോവാർ എന്നാൽ ചെറുത് എന്നാണ് അർത്ഥം. ദൈവം വലിയ മലയിലോട്ട് കയറാൻ പറഞ്ഞപ്പോൾ ആ കുടുംബനാഥൻ മക്കളെയായിട്ട് ഓടിക്കേറിയത് സോവാറിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ചെറുത്. വലുത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടും അത് തിരഞ്ഞെടുക്കാതെ ചെറുത് തിരഞ്ഞെടുത്തു, സോവാർ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അവിടെ താമസിക്കുവാൻ അവന് ഭയമായി. സോദോം ഗൊമോറ ഇതിനോടകം തന്നെ കത്തി ചാമ്പലായ ഒറ്റ മനുഷ്യരും ഇല്ല അവിടെ ദേശത്ത്. അപ്പോൾ ആ ദേശത്ത്, രാജ്യത്ത് ഇപ്പോൾ ലോത്തും 2 പെമ്മക്കളും മാത്രം ഗുഹയിൽ കഴിയുകയാണ്. അപ്പോൾ ഈ 2 പെമ്മക്കളും കൂടെ ഒന്നിച്ച് ആലോചിച്ചു, നമുക്കിപ്പോൾ പ്രായപൂർത്തിയൊക്കെ ആയി വരികയല്ലേ, അപ്പോൾ വിവാഹം കഴിക്കണ്ടേ, സന്തതികൾക്ക് ജന്മം കൊടുക്കേണ്ടേ, വംശപരമ്പര നിലനിർത്തേണ്ടേ. പക്ഷേ ഈ ദേശത്ത് പുരുഷന്മാരാരുമില്ല. പുരുഷന്മാരെന്ന് മാത്രമല്ല, വേറെ മനുഷ്യരാരുമില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ എങ്ങനെയാണ് സന്തതികൾക്ക് ജന്മം കൊടുത്ത് വംശപരമ്പര നിലനിർത്തുന്നത്? പുരുഷരായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ അപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂത്തവൾ ഇളവളോട് പറഞ്ഞു, അവരാലോചിച്ചിട്ട് അപ്പനെ മദ്യം കൊടുത്ത് കുടിപ്പിച്ച് പൂസാക്കി ലഹരി പിടിപ്പിച്ച് ഉന്മത്തനാക്കി അപ്പനെ കിടത്തി ഉറക്കി. അന്ന് രാത്രി പ്രിയമുള്ളവരെ, ഈ മൂത്ത മകൾ അപ്പൻ്റെ കൂടെ ശയിച്ചു. അങ്ങനെ അപ്പനിൽ നിന്ന് അവൾ ഗർഭിണിയായി മാറി. പിറ്റേ ദിവസം വീണ്ടും അപ്പനെ മദ്യം കൊടുത്ത് പൂസാക്കി ലഹരി പിടിപ്പിച്ച് ഉറക്കി. മൂത്തവൾ പറഞ്ഞു, ഇന്ന് നീ പൊക്കോ എന്ന് അനിയത്തിയോട് പറഞ്ഞു. അനിയത്തി അന്ന് അപ്പൻ്റെ കൂടെ ശയിച്ചു. ഈ ബോധം കെട്ട് കഴിയുമ്പോഴേ, സുബോധം നഷ്ടപ്പെട്ടാൽ എന്നതാ ചെയ്യുന്നത്, ആരാ കിടക്കുന്നത് എന്നും ഓർക്കുകയില്ല. ചെയ്തതായിട്ട് പോലും അവർക്കറിയാൻ മേല. അങ്ങനെ അപ്പനാൽ ഈ 2ാമത്തെ മകളും ഗർഭിണിയായി. 2 മക്കളും ഗർഭം ധരിച്ച് ഓരോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അതാണ് തിരുവചനത്തിൽ പറയുന്നത് മോവാബ്യർ എന്നും അമലോക്യർ എന്നും. 2 ശപിക്കപ്പെട്ട തലമുറയുണ്ടായി. ശപിക്കപ്പെട്ട 2 വംശങ്ങളുണ്ടായി, അമലോക്യർ, മോവാബ്യർ. അപ്പോൾ അത് സ്വന്തം അപ്പനാൽ മക്കൾക്ക്, പെമ്മക്കൾക്കുണ്ടായ 2 വംശങ്ങളാണ്. ശപിക്കപ്പെട്ട വംശങ്ങളുണ്ടായി. ഈ 2 വംശങ്ങളുമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം. അതാരാ? അബ്രഹാത്തിൻ്റെ മക്കള് തലമുറ. അനുഗ്രഹം കിട്ടിയ അബ്രഹാത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് ഇസ്രായേൽ ജനം, 12 ഗോത്രങ്ങൾ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഇവർക്ക് എന്നും എപ്പോഴും ശല്യമായി, ശത്രുതയായി, എപ്പോഴും യുദ്ധങ്ങളും ഭീഷണികളും എല്ലാം ഇവരിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ 2 കുടുംബങ്ങളെ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഒന്ന് അബ്രഹാത്തിൻ്റെ തലമുറ. അബ്രഹാത്തിൽ നിന്ന് ഇസ്ഹാക്കുണ്ടായി, ദൈവം കൊടുത്ത കുട്ടിയാണ്. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് ഇറങ്ങിയ അബ്രഹാം ദൈവം തന്നെ നടത്തിയ വഴികളിലെല്ലാം കൂടെ ബലിയർപ്പിച്ച് ദൈവത്തിന്
ദൈവത്തെ പ്രസാദിപ്പിച്ച അബ്രഹാം ഏത് സമയത്തും ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന അബ്രഹാം, ആ അബ്രഹാത്തിന് ദൈവം കൊടുത്തതാണ് ഇസഹാക്കിനെ. ഇസഹാക്കിൻ്റെ 12-ാമത്തെ വയസ്സിൽ ഇസഹാക്കിനെ കൊല്ലാൻ പറഞ്ഞപ്പോഴും അവനെ പിടിച്ചു കെട്ടി ബലിപീഠത്തിൻ്റെ മുമ്പിൽ കിടത്തി കത്തി വലിച്ചൂരി ആഞ്ഞു കുത്താൻ ഒരുങ്ങി അബ്രഹാത്തെ ബൈബിൾ പറയുന്നത്. അത്രമാത്രം ദൈവത്തെ അനുസരിച്ച, കൊച്ചിനെ പോലും കൊല്ലാൻ കത്തി വലിച്ചൂറിയ അബ്രഹാത്തെ കണ്ടപ്പോൾ ദൈവത്തിന് സന്തോഷമായി. അബ്രഹാത്തോട് പറയുക, നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, നിൻ്റെ തലമുറകളിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും തലമുറകളിലൂടെ. അപ്പോൾ അബ്രഹാം എന്ന പിതാവ് ദൈവത്തെ അനുസരിച്ച് ദൈവസ്വരം കേട്ട് മുന്നോട്ട് പോയത് കൊണ്ട് അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം ഈ വംശപരമ്പരയിലാണ്, ഈ തലമുറയിലാണ്, പ്രിയമുള്ളവരെ, ഈ വംശാവലിയിലാണ് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഇതാ യേശുക്രിസ്തു ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, മാതാപിതാക്കൾക്ക് ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടെങ്കിൽ, മാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, ദൈവസ്വരം കേട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയ്ക്ക് ജന്മം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മക്കൾ മാത്രമല്ല, അവരിലൂടെ ഉണ്ടാകുന്ന മക്കൾ, അത് കഴിഞ്ഞുണ്ടാകുന്ന മക്കൾ, തലമുറ 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 കൈമാറി. കണ്ടോ? അപ്പോൾ തലമുറ തലമുറ കൈമാറ്റം ചെയ്യപ്പെട്ട് ഈ അനുഗ്രഹം കടന്നു പോവുകയാണ് ചെയ്തത്. നിന്നിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 22:18, അബ്രഹാമേ, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, നിന്നിലൂടെ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്താൽ, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യാതിരുന്നാൽ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്ന ഓരോ അനുസരണത്തിനകത്തും നിങ്ങളുടെ സന്തതികൾക്കുള്ള, നിങ്ങളുടെ മക്കൾക്കുള്ള അനുഗ്രഹം ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ എന്തു ചെയ്യണം? ദൈവത്തെ അനുസരിക്കുന്നവരായി മാറുക. തോന്നിവാസം നടക്കരുത്. ലോത്തിനെ പോലെ എനിക്കിഷ്ടം ഇതാ, എൻ്റെ സ്വഭാവം ഇതാ, ഞാനിതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ, നിനക്കിഷ്ടപ്പെട്ടതൊക്കെ ശരിയെന്ന് തോന്നി നീ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ, അത് നിൻ്റെ തലമുറകളിലേക്ക് കടന്നു വരും. തലമുറകൾ ശപിക്കപ്പെടാൻ ഇടവരും. ശപിക്കപ്പെട്ട ചില വംശങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഏത് തീരുമാനമെടുക്കുമ്പോഴും, ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, എപ്പോൾ ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും തലമുറകളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കണം. ഇന്നത്തെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനകത്ത് തലമുറകൾക്കുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവഭക്തരായ ഓരോ മാതാപിതാക്കളിലൂടെയും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അവർ അനേകർക്ക് അനുഗ്രഹമാകും. നിങ്ങളുടെ മക്കൾ അനേകർക്ക് അവർ ഏത് രാജ്യത്തിൽ പോയാലും ആ രാജ്യത്തിന്, ആ ദേശക്കാർക്ക് അനുഗ്രഹമാകും. ഈ കൃപ, ഇത് കൃപയായി നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പ്രിയമുള്ളവരെ, ഓരോ മാതാപിതാക്കളും നിങ്ങളുടെ ജീവിതത്തെയും ജീവിത പങ്കാളികളെയും ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെയും ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് അതിശക്തമായി ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അത്യുന്നതന്റെ ശക്തി ഓരോ ദമ്പതികളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവേ. ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവേ. അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവമേ. നിന്നെ അനുസരിക്കുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ, നീ നൽകുന്നത് തിരഞ്ഞെടുക്കുവാൻ കൃപകളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവർ വിശുദ്ധരായി മാറി വിശുദ്ധ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ, ദൈവമേ നിന്നെ അനുസരിക്കുന്നവരായി മാറുവാൻ അത്യുന്നതന്റെ ശക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളെയും നിറയ്ക്കണമേ. ലോകത്തെ വെറുതെ ഉപേക്ഷിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവവചനത്തെ അനുസരിക്കാനുള്ള കൃപ ഇവിടെ മേൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഓ അഭിപിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.